തൃശ്ശൂരിൽ സുരേഷ് ഗോപി പെടുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പുറത്തു നിന്നുള്ള മണ്ഡലങ്ങളിൽ നിന്നും ഒരുപാട് പേരെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് അനധികൃതമായും നിയമവിരുദ്ധമായും വോട്ടർ പട്ടികയിൽ കുത്തിക്കയറ്റി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കി എന്നാണ് പ്രതിപക്ഷവും അദ്ദേഹത്തിൻ്റെ എതിരാളികളും പറഞ്ഞു നടക്കുന്നത്. ഇതിൻ്റെ നിയമപരമായുള്ള വശങ്ങൾ നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിലേക്കും ഒരു തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ച സുരേഷ് ഗോപി എത്ര വോട്ടുകൾ എങ്ങനെ പിടിച്ചു? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 75,000-അടുത്ത് വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ച സുരേഷ് ഗോപിക്ക് കള്ള വോട്ടുകൾ മറിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്ന മറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെക്കാൾ ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിച്ച വൻപിച്ച പ്രകടനമാണ് സുരേഷ് ഗോപി നേടിയത്. അത് പറയുമ്പോൾ അതിനു മുമ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ ഉണ്ടായിരുന്ന വോട്ട് ബാങ്ക് എത്രയുണ്ടായിരുന്നു അതിനേക്കാൾ ഒരു വൻപിച്ച ഞെട്ടിക്കുന്ന നേട്ടം നേടിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നത്. 2019 ശേഷം സുരേഷ് ഗോപി 2024 മത്സരിക്കുന്നതിനിടയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ നഗരമണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിച്ച് 3ാം സ്ഥാനത്തായെങ്കിലും നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇങ്ങനെയൊക്കെ കണക്കുകൾ എടുക്കുമ്പോൾ കള്ളവോട്ടുകൾ തട്ടി മാത്രമാണോ സുരേഷ് ഗോപി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ജയിക്കാൻ കഴിഞ്ഞത് എന്ന കണക്കുകൾ വേണം നാം യഥാർത്ഥത്തിൽ പരിശോധിക്കാൻ. 74,000 വോട്ടിലധികം ഭൂരിപക്ഷം നേടി വിജയിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വൻപിച്ച വിജയമാണ് സുരേഷ് ഗോപി നടത്തിയത് എന്ന് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ 2 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടി വരും. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ എല്ലായിടത്തും സുരേഷ് ഗോപി അതിന് മുമ്പത്തെ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ 19 തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് നേടിയോ അതിനേക്കാൾ കൂടുതൽ കുറഞ്ഞത് 10,000 മുതൽ 19,000 വരെ വോട്ടുകൾ നേടിയാണ് ഇപ്രാവശ്യം ആധികാരികമായ ഒരു വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ആർക്ക് വോട്ടുകൾ നേടാൻ കഴിഞ്ഞു കൂടുതൽ, അല്ലെങ്കിൽ ആർക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള കണക്കാണല്ലോ നാം ആദ്യം നോക്കേണ്ടത്. UDFന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വളരെ കാര്യക്ഷമതയുള്ള ശ്രീ K മുരളീധരനും അതോടൊപ്പം തന്നെ VS സുനിൽകുമാർ CPയുടെ സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ വളരെ പ്രചാരകനായിട്ടുള്ള, വളരെ പ്രസിദ്ധനായിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ജനസമിതിയുള്ള സ്ഥാനാർത്ഥിയും തമ്മിലായിരുന്നു മത്സരം. 3ാം സ്ഥാനത്തായി ശ്രീ K മുരളീധരൻ. ഓർക്കണം, K മുരളീധരന്റെ പാർട്ടിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി TN പ്രതാപനായിരുന്നു 2019 തെരഞ്ഞെടുപ്പിൽ 93,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഒരു വമ്പൻ വിജയം അവിടെ നേടിയത്. UDF കേരളത്തിലുടനീളം 19 മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ലോക്സഭയിൽ നേടിയ സാഹചര്യത്തിൽ അത്തരത്തിലൊരു നമ്മളെന്താ പറയുക, ഒരു ട്രെൻഡിൽ, ഒരു കുത്തൊഴുക്കിൽ TN പ്രതാപന് ഇത്ര അത്യുഗ്രമായ വിജയം നേടാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് വോട്ട് നഷ്ടപ്പെട്ടെന്നുള്ള കണക്കുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 UDFന്റെ സ്ഥാനാർത്ഥിക്കായിരുന്നു. ശ്രീ K മുരളീധരന് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ശ്രീ TN പ്രതാപൻ നേടിയതിനേക്കാൾ 89,000-ലധികം വോട്ടുകളുടെ നഷ്ടമാണ് വിവിധ മണ്ഡലങ്ങളിൽ ഉണ്ടായത്. അദ്ദേഹത്തിന് ഗുരുവായൂർ മണ്ഡലത്തിൽ 7,253 വോട്ടുകൾ നഷ്ടമുണ്ടായി. ഏറ്റവും കുറവ് അവിടെയാണ് ഉണ്ടായത്. മണലൂരിൽ 12,000-ലധികം വോട്ടുകളും ഒല്ലൂരിൽ 15,000-ലധികം വോട്ടുകളുടെയും തൃശ്ശൂർ നഗരമണ്ഡലത്തിൽ 14,000 വോട്ടുകളുടെ നഷ്ടമാണ് ശ്രീ K മുരളീധരന് TN പ്രതാപനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഉണ്ടായത്. നാട്ടികയിലെ 14,000-വും ഇരിങ്ങാലക്കുടയിൽ 10,000-വും പുതുക്കാട് 14,000-വും മൊത്തത്തിൽ 89,000-ൽ പരം വോട്ടുകളുടെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ K മുരളീധരനുണ്ടായത്. പക്ഷേ CPയുടെ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 2ാം സ്ഥാനത്ത് എത്തിയെങ്കിലും വളരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സുനിൽകുമാർ ഉന്നയിക്കുന്ന ആരോപണം ഈ തെരഞ്ഞെടുപ്പിൽ നിയമം ലംഘിച്ച് കൃത്രിമമായി വോട്ടർ പട്ടികയിലേക്ക് വോട്ടർമാരെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആക്ഷേപം. ഇങ്ങനെ വോട്ടർമാരെ കൊണ്ടുവന്ന് 74,000 വോട്ടുകൾ അധികമായി നേടി തനിക്ക് മേൽ ഒരു വിജയം ഉറപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളൊരു ആരോപണം ഒരുപക്ഷെ VS സുനിൽകുമാറിന് കഴിയുമോ, അങ്ങനെ നടത്തുമോ എന്നത് നമുക്ക് തീർച്ചയില്ല. സുനിൽകുമാർ പക്ഷേ കഴമ്പുള്ള ഒരു പ്രശ്നം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്താണ്? 6 മാസം തുടർച്ചയായി ഈ പറയുന്ന വ്യക്തികൾ അവിടെ താമസിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ആരോപണം തെളിയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമാവില്ല. പക്ഷെ നമുക്ക് മറ്റൊരു കണക്ക് നോക്കാം. സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എത്തരത്തിലുള്ള വമ്പൻ പ്രകടനം നമ്മൾ കണക്കുകൾ പറഞ്ഞ് സമർത്ഥിക്കേണ്ടി വരും. 2014 ശ്രീ KP ശീഷൻ BJPക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ മൊത്തം പിടിച്ച 1,02,681 അത്രയും വോട്ടുകളേക്കാൾ 5 വർഷം കഴിയുമ്പോൾ 2019 1,91,141 വോട്ടുകൾ അധികമായി പിടിച്ചാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായി ലോക്സഭാ മത്സരത്തിൽ തൃശ്ശൂരിലേക്ക് വരുന്നത്. അദ്ദേഹം 2019 തെരഞ്ഞെടുപ്പിൽ 2,93,405 വോട്ടുകൾ നേടിയിരുന്നു. അത് 1,91,141 വോട്ടുകൾ സ്വന്തം പാർട്ടിക്ക് തന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് അധികമായി നേടിയതാണ്. സുരേഷ് ഗോപി മത്സരിക്കുന്നതിന് മുമ്പ് വെറും 4.5% BJPയുടെ വോട്ട് ബാങ്ക്
17% ഉയർത്തി 13% ഉയർച്ചയുണ്ടാക്കി എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ 2019 തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. 2024 ആകുമ്പോഴേക്കും 2019 നേടിയ 2,93,000 വോട്ടുകളേക്കാൾ അധികം 1,18,000 വോട്ടുകൾ കൂടി നേടി സുരേഷ് ഗോപി 4,12,000 വോട്ടുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. സുരേഷ് ഗോപി 37% വോട്ടുകൾ എന്ന നിലയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2019 28% വോട്ടുകൾ ഉണ്ടായിരുന്ന സുരേഷ് ഗോപിക്ക് 2024 37%, അതായത് അദ്ദേഹം 9% വോട്ടുകളുടെ ഒരു വൻപിച്ച നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് എവിടുന്ന് വന്ന് നോക്കേണ്ടി വരും. 6.7% വോട്ടുകൾ ആയിരുന്നു BJPക്ക് 2009 BJP സ്ഥാനാർത്ഥിയായ രമ രഘുനാഥൻ നേടിയിട്ടുണ്ടായിരുന്നത്. രമ രഘുനാഥനിൽ നിന്ന് 2014 തെരഞ്ഞെടുപ്പിൽ ശ്രീ KP ശീഷൻ മത്സരിക്കുമ്പോൾ 11% വോട്ടുകളാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. 2019 അത് 28% ഉയർത്തത് സുരേഷ് ഗോപി തന്നെയാണ്. അത് ഏകദേശം 17% ഉയർച്ച. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ 9% ഉയർന്നെങ്കിൽ 2019 തെരഞ്ഞെടുപ്പിൽ 17% വലിയൊരു ഉയർച്ചയാണ് സുരേഷ് ഗോപി നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സുരേഷ് ഗോപിക്ക് 2024 തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിന്റെ ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ മണ്ഡലത്തിൽ 11,000 വോട്ടിന്റെയും, മണ്ണലൂരിൽ 16,000 വോട്ടിന്റെയും, ഒല്ലൂരിൽ 19,000 വോട്ടിന്റെ വലിയ ലീഡും, തൃശൂർ നഗരമണ്ഡലത്തിൽ 17,000 വോട്ടിന്റെ വലിയ ലീഡും, അതുപോലെ തന്നെ നാട്ടികയിൽ 18,000 വോട്ടിന്റെ സമാനമായ ലീഡും സുരേഷ് ഗോപി നേടുകയുണ്ടായി. ഇരിങ്ങാലക്കുടയിൽ സുരേഷ് ഗോപി 16,000 വോട്ടും, അതുപോലെ തന്നെ സമാനമായി പുതുക്കാട് 16,225 വോട്ടുകളും നേടാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. കെ മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ 89,731 വോട്ടുകളുടെ നഷ്ടം പാർട്ടിക്കുണ്ടാക്കി എന്നുള്ളതാണ് പറയേണ്ടി വരും. 2019 സുരേഷ് ഗോപിക്ക് എത്ര വോട്ട് കിട്ടിയിരുന്നോ അതിൽ നിന്നും 2024 കിട്ടിയ വോട്ടുമായി തട്ടിച്ചു നോക്കുമ്പോൾ 1.5 ലക്ഷം വോട്ടിന്റെ വോട്ട് വ്യത്യാസം 2 തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ സുരേഷ് ഗോപിക്ക് നേടാൻ കഴിഞ്ഞു. സുരേഷ് ഗോപി ഇതിനിടയിൽ തൃശ്ശൂരിന്റെ നഗരമണ്ഡലത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി. വളരെ വിചിത്രം എന്ന് പറയട്ടെ, ഇന്നത്തെ BJPയുടെ നേതാവായിട്ടുള്ള പത്മജ വേണുഗോപാലായിരുന്നു അന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിരുന്നത്. അന്ന് സുരേഷ് ഗോപി തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ 31% വോട്ടുകൾ നേടിയിരുന്നുവെങ്കിൽ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിടത്ത് ആ നിയമസഭാ മണ്ഡലത്തിൽ 41%, 10% വോട്ടിന്റെ വലിയ വ്യത്യാസം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിയമസഭാ മണ്ഡലത്തിലാണ്, അതായത് തൃശ്ശൂർ നഗര നിയമസഭാ മണ്ഡലത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി വോട്ട് തിരിമറി നടത്തി, വോട്ട് ലിസ്റ്റിൽ തിരിമറി നടത്തി കൂടുതൽ വോട്ടർമാരെ അനധികൃതമായും നിയമവിരുദ്ധമായും ഉൾപ്പെടുത്തി എന്നുള്ള ആരോപണം വന്നിരിക്കുന്നത്. ഈ ആരോപണത്തെ 2 തരത്തിൽ ഒരുപക്ഷെ പരിശോധിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് വരുത്തുന്നതിൽ നിയമലംഘനം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ, ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ? രണ്ടാമത്തത്, ഇതിലൊരു ടെക്നിക്കലായി പറയപ്പെടുന്ന 6 മാസം ഈ മണ്ഡലത്തിൽ താമസമില്ലാതിരുന്ന ആളുകളെ ഉൾപ്പെടുത്തിയത് വഴി ചട്ടലംഘനവും നിയമലംഘനവും സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ടോ? സുരേഷ് ഗോപിയുടെ വോട്ടിനെ കുറിച്ച് തന്നെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വോട്ടിനെ കുറിച്ച് ഉന്നയിക്കുന്ന ആക്ഷേപം എന്തെന്ന് വെച്ചാൽ, സുരേഷ് ഗോപി വാടകയ്ക്ക് താമസിച്ചു എന്ന് അവകാശപ്പെട്ട് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്ന വീട്ടിൽ സുരേഷ് ഗോപി 6 മാസമായി താമസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം പറയുന്നത് തീർച്ചയായും സുരേഷ് ഗോപി ഡൽഹിയിലായിരുന്നു, അവിടെയായിരുന്നു താമസം, തുടർച്ചയായി ഇവിടെ താമസിച്ചിരുന്നു. തീർച്ചയായിട്ടും രാജ്യസഭ MP എന്ന സുരേഷ് ഗോപിക്ക് ഡൽഹിയിൽ താമസിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കേസ് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് VS സുനിൽകുമാർ, CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു VS സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. അതിന് 50ഉം 100ഉം ആളുകളെ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ചേർത്താൽ അവർ ചട്ടപ്രകാരമല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ദേശവ്യാപകമായി മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ഉയർത്തിയിട്ടുള്ള ഈ വോട്ട് ചോരി, ഈ വോട്ട് മറിക്കൽ അതിക്രമം, ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനവും അല്ലെങ്കിൽ വോട്ട് മറിക്കൽ കൊണ്ടോ സുരേഷ് ഗോപിക്ക് അത്രയും വോട്ടുകൾ നേടിയത് കൊണ്ട് മാത്രം ജയിക്കാനാകും? അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്ന വലിയ വോട്ടിന്റെ വ്യത്യാസം ഇത്തരത്തിലുള്ള ചെറിയ വോട്ടുകളുടെ കണക്ക് പറഞ്ഞ് മങ്ങിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് കൂടി വരുന്നു. ഇതിന്റെ കണക്ക് പറയുമ്പോൾ നാം ഏതായാലും ശ്രദ്ധിക്കേണ്ടത്, കെ മുരളീധരന് നഷ്ടപ്പെട്ട 89,000 വോട്ടുകൾ ഒരുപക്ഷെ സുരേഷ് ഗോപിയിലേക്ക് വന്നു എന്നുള്ളൊരു അരിത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടൽ കൂടി ഇതിൽ വരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് അല്പം മൗനത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് വിജയിച്ച 2019 MP ആയ ശ്രീ TN പ്രതാപൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിശക്തമായ സുരേഷ് ഗോപിക്കെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട്, ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമസ്യകൾ നമ്മുടെ മുന്നിലുണ്ട്. നിയമപരമായിട്ടുള്ളതും ധാർമ്മികമായിട്ടുള്ളതും ജനാധിപത്യ മൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതും. ഈ പ്രശ്നങ്ങൾക്ക് ഏതായാലും നിയമത്തിന്റെ മുന്നിൽ പോകാതെ അന്തിമമായൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. കാത്തിരിക്കാം.